മൈ ഡിയർ ശ്രുതി ടീച്ചറാണ്. സുഖല്ലേ നിങ്ങൾക്ക്? വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ടോ? അപ്പൊ വെക്കേഷൻ ആണെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ഷോർട്ടിലൂടെയൊക്കെ പഠിച്ചാലോ? അപ്പൊ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓടിവായോ, നമുക്കിന്നൊരാളെ പരിചയപ്പെടാം. ആരാണ് എന്നറിയാൻ ഞാനൊരു ക്ലൂ തരാം. ഒന്നൊന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന് ഒരു നോവലിലൂടെ പറഞ്ഞിട്ട് നമ്മളെ ചിന്തിപ്പിച്ച ഒരു എഴുത്തുകാരനാണ്. വെളിച്ചത്തിന് എന്തു വെളിച്ചം, ഇതും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഒന്നൊന്ന് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്നത് ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിലാണ് കേട്ടോ. ഞാനൊരു ക്ലൂ തരാം. ഇനി ആരാണത്? ആരാണ്? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ? എല്ലാവർക്കും അറിയാം. നല്ല രസമുള്ള കഥകളൊക്കെ എഴുതി, രസമുള്ള നോവലുകളൊക്കെ എഴുതി നമ്മളെ ചിന്തിപ്പിച്ച, ഒരുപാട് ചിരിപ്പിച്ച ഒരു എഴുത്തുകാരനാണ്. ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ? ബേപ്പൂർ സുൽത്താൻ എന്നാണ് ആരറിയപ്പെട്ടത്? ഇദ്ദേഹം അറിയപ്പെട്ടത്. എന്താണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, വൈക്കം മുഹമ്മദ് ബഷീർ. ഇനി ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാന്ന് അറിയോ? ഇങ്ങ് തലയോലപ്പറമ്പ്, വൈക്കത്ത് കേട്ടോ. തലയോലപ്പറമ്പ് വൈക്കമാണത്. ഏത് ജില്ലയാണ്? അത് നിങ്ങൾ കണ്ടെത്തുവോ? ഏത് ജില്ലയാണ്? എന്നാൽ അദ്ദേഹം താമസിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ജില്ലയിലല്ല. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. പിന്നെ അദ്ദേഹം കോഴിക്കോട് ജില്ല, അതുകൊണ്ടാണല്ലോ ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെട്ടത്. അദ്ദേഹം കല്യാണം കഴിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ ഇവിടെയായിരുന്നു അദ്ദേഹം സ്ഥിരതാമസാക്കിയത് കേട്ടോ. എന്നാൽ അദ്ദേഹം ജനിച്ചത് ഇവിടെ ആയിരുന്നില്ല. അത് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്, വൈക്കത്താണ്. ജില്ല ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കേ. പാത്തുമ്മയുടെ ആട് അദ്ദേഹത്തിന്റെ രസമുള്ള, വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. പാത്തുമ്മ അദ്ദേഹത്തിന്റെ പെങ്ങളാണ്. പാത്തുമ്മയുടെ ആടിന്റെ രസകരമായ കാര്യങ്ങൾ, അല്ല ട്രൗസർ കീറുന്ന കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പോയി വായിക്കണം. പുസ്തകമൊക്കെ തിന്നായിരുന്നു ഈ ആട്. എല്ലാരും വായിക്കോ? പിന്നെ വിശ്വവിഖ്യാതമായ മൂക്ക് നീണ്ടു 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 പോയ ഒരു മൂക്ക്. എന്നിട്ട് അദ്ദേഹം ലോക പ്രശസ്തനായി. അപ്പോൾ ഇതൊക്കെ ആരതാണ്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയും എല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വിഷു ഓഫർ തീർന്നിട്ടില്ല കേട്ടോ. 4ാം ക്ലാസ്സിലേക്ക് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരെ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ. 10% ഓഫർ ഉണ്ട്. മെയ് 10 വരെയാണ് കേട്ടോ ഇതിന്റെ ഓഫർ ഉള്ളത്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കേ.